ഗൈസ്, ഇന്ന് നമ്മുടെ പാഷൻ ഫ്രൂട്ട് വിളവെടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പാഷൻ ഫ്രൂട്ട് വിളവെടുക്കുന്ന ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ പാഷൻ ഫ്രൂട്ട് വിളവെടുക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ പാഷൻ ഫ്രൂട്ട് കൃഷിയെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നടുന്നത് മുതൽ അത് കായ്ക്കുന്നത് വരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഞാൻ അതിനകത്ത് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മൾ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തപ്പോൾ ഉള്ള അനുഭവങ്ങളെ പറ്റിയെല്ലാം നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാഷൻ ഫ്രൂട്ടൊക്കെ ഇവിടെ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ചാക്കിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ വല പോലത്തെ ചാക്കിലാണ് നിറച്ച് വെക്കുന്നത്. ഇതിൽ പല വെറൈറ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. അതിൽ മഞ്ഞയുണ്ട്, പിന്നെ പർപ്പിൾ കളറുണ്ട്, അതിൽ തന്നെ ലോങ് ഉണ്ട്, പിന്നെ റൗണ്ട് ആയിട്ടുള്ളത്, ചെറുത് വലുത്, അങ്ങനെ പല ടൈപ്പിലുള്ള പാഷൻ ഫ്രൂട്ട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിൽ പാഷൻ ഫ്രൂട്ട് എല്ലാം പറിച്ച് ഇതുപോലെ ചാക്കിനകത്ത് നിറച്ച് വെക്കും, എന്നിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ പാഷൻ ഫ്രൂട്ട് പറിച്ചെടുക്കുന്നത്. അതായത് ഇത് പഴുത്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറിച്ചെടുക്കും. അധികം പഴുത്ത് പോകാൻ പാടില്ല, കാരണം ഒത്തിരി പഴുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൂക്കവും കുറഞ്ഞു പോവും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മളൊരു പഴുത്ത് തുടങ്ങുമല്ലോ, ഒരു ചെറിയ കളർ മാറ്റം വരും, അപ്പോഴാണ് നമ്മളിത് പറിച്ച് കൊടുക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇത് ഞാൻ ബക്കറ്റിനകത്തോട്ട് ഇങ്ങനെ പറിച്ച് ഇടുവാണ് കേട്ടോ. അപ്പോൾ ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചാക്കിനകത്തോട്ട് കൊണ്ടുപോയിടും. പിന്നെ ഇത് പറിക്കുമ്പോഴും നമ്മൾ ആ ഞെട്ടടക്കം പറിക്കണം കേട്ടോ. ഞെട്ടിൻ്റെ അവിടെ വെച്ച് നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഞെട്ട് പോകാൻ പാടില്ല. പിന്നെ ഇത് നന്നായിട്ട് പഴുക്കുകയാണെങ്കിൽ നല്ല മധുരം ആയിരിക്കും കേട്ടോ, തേൻ പോലത്തെ മധുരം ആയിരിക്കുമേ. അപ്പോൾ ഇപ്പം ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പർപ്പിൾ വെറൈറ്റിയാണ് കേട്ടോ. മഞ്ഞയൊക്കെ ആ അപ്പുറത്തെ ഭാഗത്താണ് ഉള്ളത്. അപ്പോൾ ഈ ഭാഗത്തുള്ളത് അധികം പർപ്പിൾ വെറൈറ്റീസാണ്. ഇപ്പോൾ ഇത് നമ്മളെല്ലാം ഒന്നിച്ചാണ് കേട്ടോ ഇട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഇതിൽ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞ് പിന്നെ അവർ സോർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾ ഈച്ച കൊത്തിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പാടുകളുണ്ടെങ്കിൽ അതൊക്കെ സെക്കൻഡിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടോ, ഇതിലൊരു പാട് പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഫസ്റ്റ് ഗ്രേഡിൽ പോവും. ബാക്കിയുള്ളത് എന്തെങ്കിലും ചെറിയ കുത്തോ പാടുകളോ ഉണ്ടെങ്കിൽ അത് സെക്കൻഡ് ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ എന്തോരം പൾപ്പാന്ന് നോക്കി. ഇപ്പം ഈച്ച കൊത്തിയതൊക്കെ ആണെങ്കിലും പുറമേ ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് നല്ലതായിരിക്കും കേട്ടോ. ഉള്ളിലത്തെ പൾപ്പിന് യാതൊരു കേടുപാടുകളും ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ തൊണ്ടിനൊക്കെ നല്ല കട്ടിയല്ലേ, അപ്പോൾ ഉള്ളിൽ യാതൊരു കുഴപ്പം ഉണ്ടാവില്ല, പുറമേ ചെറിയ പാടുണ്ടെങ്കിലും. അപ്പോൾ ഇന്നത്തെ പറിക്കൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സമയം കഴിഞ്ഞുകൊണ്ട് ഇന്ന് ഇത്രയേ പറിക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ നാളെയാണ് കേട്ടോ പറിക്കുന്നത്. അപ്പോൾ ഇനി ഇത് പറിച്ചതെല്ലാം കൂടെ നമ്മൾ സോർട്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണേ. അപ്പോൾ ഇതാ എല്ലാം ചാക്കിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി വണ്ടിയിൽ കയറ്റിക്കൊണ്ട് നമ്മൾ സോർട്ട് ചെയ്യണ സ്ഥലത്തോട്ട് നമ്മൾ കൊണ്ടുപോകും. പിന്നെ ഇത് പറിച്ചിട്ട് ഒത്തിരി ദിവസമൊന്നും വെച്ചേക്കാൻ പറ്റത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കൊണ്ടു കൊടുക്കണം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ചുങ്ങിപ്പോവും കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളത് പറിച്ചിട്ട് അന്ന് തന്നെ ഇത് സോർട്ട് ചെയ്യുന്നിടത്ത് കൊണ്ടുവന്നേക്കുവാണ്. ഇവിടെയാണ് കേട്ടോ സോർട്ട് ചെയ്യുന്നത്. സോർട്ട് ചെയ്തിട്ട് ഇത് ഫസ്റ്റ് വേറെ സെക്കൻഡ് വേറെ അങ്ങനെ തിരിച്ചെടുക്കും. അപ്പോൾ ഇതാ കുറേ അക്കന്മാരിരുന്ന് അവിടെ തിരിയുന്നുണ്ട്. ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ ഈ ബോക്സിലിട്ട് വെക്കുന്നത്. കണ്ടോ, ഇതിലൊരു കേടുപാടുകളൊന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കുത്തോ പാടുകളോ ഒന്നും ഇല്ലാത്ത പാഷൻ ഫ്രൂട്ട് ആയിരിക്കും. ഇത് നമ്മുടെ കടകളിലേക്കൊക്കെ പോകുന്നതാണ് കേട്ടോ ഈ ഫസ്റ്റ് ഗ്രേഡിൽ പോകുന്നത്. കണ്ടോ, ഈ കൊട്ടകളിലൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ഗ്രേഡിലുള്ള പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ ഇതൊക്കെ കടകളിലോട്ട് പോകുന്നതായിരിക്കും. പിന്നെ സെക്കൻഡൊക്കെ നമ്മുടെ സ്ക്വാഷൊക്കെ ഉണ്ടാക്കൂലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും സെക്കൻഡ് ക്വാളിറ്റി ഉള്ളതൊക്കെ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒട്ടും വേസ്റ്റ് വരത്തില്ല. കാരണം ഫസ്റ്റ് സെക്കൻഡ് എല്ലാം നമുക്ക് ചിലവായിക്കോളും. ഇപ്പോൾ വേറെ എന്തെങ്കിലും, ഇപ്പോൾ പപ്പായ കൃഷിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ അത് പിന്നെ എടുക്കത്തില്ല. നല്ലത് മാത്രമല്ലേ മാർക്കറ്റിൽ എടുക്കത്തുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഇത് നമുക്ക് എല്ലാം ചിലവായിക്കോളും. ഇപ്പോൾ ചെറിയ ഈച്ച കുത്തിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പാടുകളുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ചിലവായിക്കോളും. ഇതും വിളവെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തോട്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ, ഇതുപോലെ സൈഡിലോട്ടും വല കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുക്കോട് ഇതുപോലെ പന്തൽ പോലെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഫുള്ളായിട്ട് പന്തലിലും പിന്നെ വലയിൽ കൂടെ എല്ലാം ഇതിങ്ങനെ കയറി കായ്ച്ച് കിടന്നോളും. കണ്ടോ, ഇതിലെന്തോരം കായ കിടക്കുന്നതെന്ന് നോക്കി. അപ്പോൾ ആ പന്തലേ കൂടെ ഇങ്ങനെ കയറി കായ്ച്ച് കിടന്നോളും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പാഷൻ ഫ്രൂട്ട് കൃഷിയെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം.
അപ്പോൾ ഇനിയും ഞാനിതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ മുന്നോട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.